ലോകം യുദ്ധക്കെടുതികളെ ഓർത്ത് ഭയപ്പെടുന്നു. വേഗത്തിൽ അവസാനിക്കട്ടെ. യാതൊരു നിയന്ത്രണവും പറയുന്ന വാക്കിന് വിലയും നെറിയുമില്ലാത്ത ഒരു ഡൊണാൾഡ് ട്രംപും സംഘവും ചെയ്യുന്നതിന് അതേ നാണയത്തിൽ ഇന്ന് വരെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന ഇറാൻ. ഇവർ രണ്ടുപേരും കൂടി ചേരുമ്പോൾ യഥാർത്ഥത്തിൽ ലോകത്ത് മനുഷ്യക്കെടുതിയുടെ ആഴവും പരപ്പും എവിടേക്കാണ് പോകുന്നത് എന്ന് ഒരു നിശ്ചയവുമില്ല. കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമില്ല. പക്ഷേ വിജയപരാജയങ്ങളുടെ കണക്കുകൾ തീർക്കുന്നതിനപ്പുറം പരാജയപ്പെടുന്നത് ലോകമാനവികതയാണ്, മനുഷ്യനാണ് എന്ന ബോധത്തിൽ ഇത് അവസാനിക്കാനും വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. 48 മണിക്കൂറിനകം ഹോർമുസ് തുടർന്നില്ലെങ്കിൽ എല്ലാ ഊർജ്ജ നിലയങ്ങളിലേക്കും കനത്താക്രമണം നടത്തുമെന്ന് പറയുന്ന ട്രംപ് ആലോചനയില്ലാത്തൊരു പൊട്ടനായതുകൊണ്ട് അത് ചെയ്യാതിരിക്കും എന്ന് ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാനാവില്ല. പക്ഷേ ചെയ്താലോ അതേ നാണയത്തിൽ ഇറാനും അടിക്കുമെന്ന് ഇന്ന് വരെ അവരുടെ പ്രവൃത്തിയും കാണിക്കുന്നുണ്ട്. അവരുടെ എണ്ണപ്പാടത്തടിച്ചപ്പോൾ അവർ ഖത്തറിലെ എണ്ണപ്പാടത്തും അതുപോലെ തന്നെ ഇസ്രായേലിലെ ഹൈഫയിലും അടിച്ചു. അവരുടെ ന്യൂക്ലിയർ സൈറ്റിൽ അടിച്ചപ്പോൾ അവരതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ന്യൂക്ലിയർ സൈറ്റിലും അടിച്ചു. അവരുടെ ആളുകളെ ആക്രമിക്കുമ്പോൾ അതേ നാണയത്തിൽ അവരും തിരിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഊർജ്ജ നിലയം ആക്രമിച്ചാൽ, അതിനെ ഇരുട്ടിലാക്കിയാൽ അവരടുത്തത് ചെയ്യുക മിഡിൽ ഈസ്റ്റിൻ്റെ മുകളിലേക്ക് ഡീസാലിനേഷൻ പ്ലാന്റുകളും അതുപോലുള്ള സ്ഥലങ്ങളും ഉന്നം വെച്ചാൽ മനുഷ്യജീവിതം നമ്മളൊക്കെ ഊഹിക്കുന്നതിനും അപ്പുറത്തെ ദുരന്തത്തിലേക്ക് പോകും എന്നതിലൊരു സംശയമില്ല. ലോകം ഈ ദുരന്തം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതറിയാത്തതുപോലെ നമ്മൾ ഭാവിക്കുകയാണ്. ചിലപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ ക്യാൻസർ വരാറില്ലേ? അത് വരുമ്പോൾ ആദ്യമൊന്നും ആരും അറിയില്ലല്ലോ എന്നതുപോലെയാണ് ഇത് അറിയാതിരിക്കുന്നത്. അമേരിക്കയിൽ പ്രതിസന്ധി തുടങ്ങി. അവിടെ ഇന്ധനവിലയൊക്കെ കുതിച്ചു കയറി തുടങ്ങി. എല്ലാ ഓയിലുകൾക്കും വില കൂടി. ഇപ്പോൾ തൽക്കാലം വെനിസ്വേലയിലെ എണ്ണ കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. അധികം പിടിച്ചു നിൽക്കാനാവില്ല. ലോകത്തിന് മുന്നിൽ ഒരുപാട് തടസ്സങ്ങളൊന്നും, ഒരുപാട് എണ്ണ റിസർവൊന്നും ഇല്ല. പിന്നെ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പറയുന്നത് പോലെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും എതിരെയുള്ളവർ ഒഴികെയുള്ളവർക്കെല്ലാം തുറന്നു കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും നമുക്കറിയാം, ദേശീയപാത തുറന്നു കിടക്കുമ്പോൾ തന്നെ ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയാൽ ഉണ്ടാകുന്ന തിക്കും തിരക്കും, അതുണ്ടാക്കുന്ന സമയനഷ്ടവും പോലെ തന്നെയാണ് ഇവിടെയും. അമേരിക്കൻ ഷിപ്പിംഗ് കമ്പനികളാണ് ധാരാളം രാജ്യങ്ങൾക്ക് വേണ്ടി ഷിപ്പ് ചെയ്യുന്നത്. അവരുടെയെല്ലാം കപ്പലുകളിൽ അമേരിക്കൻ കൊടിയുണ്ട്. അതിനെ ഒന്നും കടത്തിവിടുന്നില്ല. ഇപ്പോൾ ഈ മറ്റ് രാജ്യങ്ങളെന്ന് പറയുന്നത് സ്വന്തമായി ഷിപ്പുകളിൽ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അമേരിക്ക അല്ലാത്ത രാജ്യങ്ങളുടെ ഷിപ്പുകൾ മാത്രമാണ്. അതുകൊണ്ടാണ് ട്രംപ് കുരുമുളക് അരച്ച് തേച്ച കാളയെപ്പോലെ കിടന്ന് പൊളയുന്നത്. അപ്പോൾ അതവിടെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റ് പല ബുദ്ധിമുട്ടുകളും ലോകത്തിപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് ആഭ്യന്തര വ്യോമയാന ചാർജ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ചർച്ച നടന്നു തുടങ്ങിയിട്ടുണ്ട്. അന്താരാഷ്ട്ര റൂട്ടുകൾക്ക് വർദ്ധിപ്പിക്കുന്നതിന് പിന്നെ ചർച്ചയില്ലല്ലോ. അതാത് എയർലൈനുകൾ അങ്ങ് തീരുമാനിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 40,000, 60,000, 50,000 രൂപയുടെ ടിക്കറ്റിലാണ് നാട്ടിലേക്ക് ഈ പറയുന്ന പെരുന്നാളും അതുപോലെ തന്നെ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇലക്ഷനുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവാസികൾ എത്തിയിട്ടുള്ളത്. ഇതൊക്കെ കുത്തനെ വർദ്ധിച്ചാലുണ്ടാകുന്ന സ്ഥിതിയുണ്ട്. US ട്രഷറിയിൽ സൗദി അറേബ്യയുടെ നിക്ഷേപം ഗണ്യമായി കുറഞ്ഞു. ഇറാൻ 1 കോടി രൂപയുടെ നോട്ടാണ് ഇന്നലെ വിപണിയിൽ ഇറക്കിയത്. 1 കോടി രൂപയുടെ നോട്ട്. അതിൻ്റെ വാല്യൂ ഏതാണ്ട് 650 ഉള്ളൂ. പക്ഷേ 1 കോടിയുടെ നോട്ടാണ്. എന്താണ് അവിടെ? വർഷങ്ങൾ കൊണ്ടുള്ള ഉപരോധവും പിന്നെ അതുപോലെ തന്നെ ഈ യുദ്ധവും കൊണ്ട് അവരുടെ സാമ്പത്തിക സ്ഥിതിയും പ്രതിസന്ധിയിലായി. പക്ഷേ ഇതെല്ലാം പ്രതിസന്ധിയിലാവുമ്പോൾ എത്ര സമ്പത്തില്ലെങ്കിലും ആത്മാഭിമാനം പ്രധാനമാണല്ലോ. അവിടെയാണല്ലോ ഈ അക്രമങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ജയിച്ചവരെയും തോറ്റവരെയും എണ്ണലല്ല. ഇറാൻ്റെ മേൽ നടത്തിയത് കടന്നാക്രമണം യാതൊരു നീതിയും ഇല്ലാത്തതാണ്. അവർ പ്രതിരോധിക്കുന്നത് അങ്ങോട്ട് പോയി അടിച്ചതിനെയാണ്. പക്ഷേ ഇത് നീണ്ടുപോകുമ്പോൾ ലോകം മുഴുവൻ തോറ്റുപോകും. എല്ലാവരും തോൽക്കുന്ന കളിയാണ് ഈ 2 യുദ്ധക്കൊതിയന്മാർ തുടങ്ങി വെച്ചത്. വേഗം അവസാനിക്കട്ടെ, വളരെ വേഗം.